ചാത്തന്നൂർ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു. കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ചാത്തന്നൂരിലെ കരിങ്കൽ ക്വാറിക്കെതിരായുള്ള ഹൈക്കോടതിയിലെ കേസ് നടപടികളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ച് ക്വാറി അടച്ചുപൂട്ടിക്കുക, കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ ഉത്തരവ് പുനഃസ്ഥാപിക്കുവാൻ ഭരണ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചാത്തന്നൂരിൽ പ്രതിഷേധ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചത്. ജനകീയ സമരസമിതി ഈ ചാത്തന്നൂർ സെന്റർ രൂപീകരിച്ചിട്ട് ആരംഭിച്ചതാണ് ഈ ക്വാറിക്കെതിരായിട്ടുള്ള സംയുക്ത പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ എല്ലാ ചരിത്രവും നമ്മളിപ്പോ നൽകിയ മനോരമ പത്രത്തിലുണ്ട്. വീട്ടിൽ പോയി എല്ലാവരും അത് വിശദമായി വായിക്കുക. ആ കേസ് 2024 പാലക്കാട് ജില്ലാ കളക്ടർ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അതിന് തീർപ്പ് കൽപ്പിച്ച് ക്വാറി എന്നേക്കുമായി അടച്ചുപൂട്ടി ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. കേരള ഭൂപരിഷ്കരണ നിയമം 1963 സെക്ഷൻ 81 പ്രകാരം ആ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചു എന്നത് ഉന്നയിച്ചാണ് കലക്ടർ ഇതിന് സ്റ്റോപ്പ് ആ സ്റ്റോപ്പ് മെമ്മോ 9 ദിവസത്തെ ഒരു സ്റ്റേ വാങ്ങി ക്വാറി ഉടമകള് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ച ക്വാറി ഇപ്പോ 9 മാസമായിട്ടും ആ പ്രവർത്തനം അവര് തുടർന്നുകൊണ്ടുപോവുക. തൽഫലമായി നമ്മുടെ റോഡ് ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂള് ഈ പരിസരത്ത് 5 കിലോമീറ്റർ പരിസരത്തുള്ള എല്ലാ വീടുകളും ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാത്തന്നൂർ ആട്ടാംകുന്ന് കോളനി പ്രദേശത്തുള്ള എല്ലാ വീടുകൾക്കും വിള്ളലുകൾ വന്നു. തറയടക്കം വിള്ളൽ വന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ വിഷു ദിവസം അവര് സ്ഫോടനം നടത്തിയപ്പോ പുക എല്ലാ വീടുകളിലേക്കും എത്തി ആകെ പരിഭ്രാന്തി വരുന്ന അവസ്ഥ ഉണ്ടായി. അതുപോലെ തന്നെ നാഗരശ്ശേരി 5-ാം വാർഡിലെ പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തും ഇതേ അവസ്ഥയാണ്. ഏത് നിമിഷവും ഇവിടെ മുണ്ടക്കയോ ചുഴൽമലയോ ഉണ്ടാവും എന്നുള്ളൊരവസ്ഥ അതിലുണ്ട്. അങ്ങനെ ജനജീവിതത്തെ മുഴുവൻ ദുസ്സഹമാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ട് എവിടുന്നോ വന്നൊരു ക്വാറി മുതലാളി ഇവിടെ അവരുടെ പണത്തിന്റെ സ്വാധീനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് എല്ലാം വിലക്കെടുത്ത്, നിയമത്തെ മുഴുവൻ വിലക്കെടുത്ത് ഇവിടെ ക്വാറിയിൽ നിന്ന് കല്ല് എന്ന് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. പൈപ്പ് പൊട്ടല്, റോഡ് തകർച്ച, ഇതിനെല്ലാം കാരണം ഈ ക്വാറിയാണ്. നമ്മൾ ഇവിടെ 8 കോടി നവീകരണം വട്ടളിക്കാവ് മുതൽ ചാത്തന്നൂർ വരെയുള്ള റോഡ് 8 കിലോമീറ്റർ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് പോലും ഈ രീതിയിൽ തകരാൻ കാരണം ഈ ക്വാറി മാഫിയയിൽ നിന്നുള്ള 60-70 ടണ്ണുള്ള ലോറികൾ അനിയന്ത്രിതമായി ഈ നാട്ടിലൂടെ പോയത് കൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ പ്രതികരിക്കേണ്ടവരും കേസ് ഹൈക്കോടതിയിൽ നല്ല രീതിയിൽ കൊണ്ടു നടന്ന് നമുക്ക് ജനത്തിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കേണ്ടവരും ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംരക്ഷിക്കേണ്ടവരുമായ കുറച്ച് വിഭാഗം നിസ്സംഗരായി നിൽക്കുകയാണ്. ഏത് സമരം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പോലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എതിർക്കുന്ന വിഭാഗം ഈ സമരത്തിന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജനകീയ സമരസമിതിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സമരം നടത്താൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് അവിടെ സാധ്യമായില്ല. അപ്പൊ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ രീതിയിൽ സമാന മനസ്കരായ ഈ നാടിനെ സ്നേഹിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് രൂപീകരിച്ചാണ് ഈ ചാത്തന്നൂർ പ്രതികരണ വേദി. ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിൽ ഇലക്ഷനിലെ ലക്ഷ്യമില്ല. ഞങ്ങൾക്ക് ഈ നാട് സംരക്ഷിക്കണം, ഈ ജനങ്ങൾക്ക് ഇവിടെ സ്വൈര്യമായി ജീവിക്കണം. ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂള് ഇപ്പൊ 75-ാം വാർഷികം ആഘോഷിച്ചു. നാളുകളിൽ 100-ാം വാർഷികവും 150-ാം വാർഷികവും 200-ാം വാർഷികവും ആഘോഷിക്കണമെങ്കിൽ ആ സ്കൂള് ഉന്നതിയിലേക്ക് ഉയരണമെങ്കിൽ ഈ ക്വാറി ഇവിടെ ഉണ്ടെങ്കിൽ ക്വാറി മാത്രമേ ഉണ്ടാവുള്ളൂ, സ്കൂൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതെല്ലാം സംരക്ഷിച്ച് നമുക്കിവിടെ സമാധാനപൂർണമായ ജീവിതം വേണമെങ്കിൽ ഈ ക്വാറിക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി നമുക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ മനുഷ്യചങ്ങലയിൽ അണിനിരക്കുകയാണ്. അല്ല നീണ്ടോട്ടെ, അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ആയി പൊക്കോളൂ. മുറിയാഞ്ഞാൽ മതി, ചിലയിടത്ത് കട്ടയിലും കുഴപ്പമില്ല. നിർത്തണ്ടേ, അല്ലെങ്കിൽ നമുക്ക്